Amma Kerala Strikers in a superstar Raya. Prithviraj is also a superstar of Bollywood. So how do you feel seeing both the teams play on the ground today? Yeah, see, ഇത് എനിക്ക് തോന്നുന്നു it's an experience that is completely new. എനിക്കും അത് ഇവിടെ കാണാൻ വന്നിരിക്കുന്ന ഇത്ര ആയിരക്കണക്കിന് പ്രേക്ഷകർക്കും അതെ. I don't think you might have seen ഒരുപാട് സ്റ്റേജ് ഷോസ് കണ്ടു കാണും, നമ്മൾ ഒരുപാട് മറ്റ് കലാപരിപാടികൾ കണ്ടു കാണും. ഇത്രയും ആക്ടേഴ്സ് ഒരുമിച്ചൊരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഒരു സ്പോർട്ടിംഗ് ഇവൻറ്റിന് പങ്കുകൊള്ളുന്നത് അറ്റ്ലീസ്റ്റ് ഫോർ കേരള ഇറ്റ്സ് ഫസ്റ്റ് ടൈം. ഐ എം കംപ്ലീറ്റ്ലി എൻജോയിങ് ഇറ്റ്. അൺഫോർച്ചുനേറ്റ്ലി ഈ വർഷം എനിക്ക് കളിക്കാൻ പറ്റില്ല, കാരണം ഞാൻ 2-3 പടങ്ങളുടെ ഷൂട്ടിലായതുകൊണ്ട് എനിക്ക് ഒരു റിഹേഴ്സൽ ക്യാമ്പിനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. Hopefully next year, പക്ഷേ I'll be supporting Kerala Strikers all through. And obviously, ബോംബെ ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും ഇനി ഏത് ടീമാണെങ്കിലും Kerala Strikers will and should win. We have the team to do it. So go Kerala Strikers. One more question to you. Do you think it is very important to be physically fit to be on the ground? Yeah, it matters. It does matter. നമ്മൾ ഒരു ഈവൻ 20 ഓവർ ക്രിക്കറ്റിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ യു മൈറ്റ് തിങ്ക് 20 ഓവറിലേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തീരും. പക്ഷേ ദി ഇൻറ്റൻസിറ്റി ഈസ് സോ ഹൈ. Actually, you become more tired than playing a whole day of test cricket. സ്കൂൾ ലെവലിൽ ചേട്ടനും ഞാനും ഒക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് ക്രിക്കറ്റ് കളിച്ചിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് വി നോ നമ്മൾ എല്ലാ തരം ക്രിക്കറ്റും കളിച്ചിട്ടുണ്ട്. ബട്ട് 2020 ഈസ് സോ ടയറിംഗ് ദാറ്റ് യു നീഡ് ടു ഹാവ് എ സർട്ടൺ ലെവൽ ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ടു ബി ഏബിൾ ടു കംപ്ലീറ്റ് എ ഹോൾ മാച്ച്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ ടൂർണമെൻറ്റ് മുമ്പ് ഉണ്ടായിരുന്ന റിഹേഴ്സൽ ക്യാമ്പുകളും ഫിസിക്കൽ ട്രെയിനിങ്ങും ഫിസിയോതെറാപ്പിയും എല്ലാം ഐ എം ഷുവർ ഹാസ് ഹെൽപ് ദ ടീം എ ലോട്ട്. ഒരു 2020 മാച്ചിൻ്റെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്താണ്? See, it's capsule entertainment for the കാണുന്നവർക്ക്. It's capsule entertainment. And about the game itself, ഗെയിമിൻ്റെ ഡ്യൂറേഷൻ കുറയുന്നതോറും അതർ ആസ്പെക്ട്സ് ലൈക്ക് ടെമ്പർമെൻറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ അതെല്ലാം കുറഞ്ഞിട്ട് ദ സ്കിൽ ലെവൽ കംസ് ടു ദ ഫോർ ഫ്രണ്ട്. അതുകൊണ്ടാണ് യു സി മോർ ഓഫൻ ദൻ നോട്ട് 2020 ക്രിക്കറ്റിൽ എപ്പോഴും സബ് കോണ്ടിനെൻ്റൽ ടീംസ് ആയിരിക്കും നന്നായിട്ട് കളിക്കുക. ബിക്കോസ് അറൗണ്ട് ദ വേൾഡ് ഇഫ് യു സി സ്കിൽ ലെവൽ എപ്പോഴും സബ് കോണ്ടിനെൻ്റൽ പ്ലേയേഴ്സിനാണ് കൂടുതൽ. ഓസ്ട്രേലിയൻസ്, ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക അവർക്കൊക്കെ ഭയങ്കര ടെമ്പർമെൻറ്റും ആപ്ലിക്കേഷനും ഉണ്ട്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു 2020 what matters most is skill. So you can really see nuances like people coming up with shots like Dil Scoop and other. So അങ്ങനത്തെ പുതിയ nuances കളിയിലേക്ക് വരാൻ പറ്റിയ ഒരു സ്റ്റേജ് ആണ് 2020 cricket. So in that sense I think it's a great showcase for skill. One last question. How do you feel seeing Indrajit play on the ground? Okay, ഈ മാച്ചിൽ ഭാഗമാവാൻ പറ്റില്ല, ഒരു വിഷമമുണ്ടോ? ഓ ഡെഫിനറ്റ്ലി. ഈ മാച്ച് മാത്രമല്ല, ഈ ടൂർണമെൻറ്റ് തന്നെ എനിക്ക് ആക്റ്റീവായിട്ട് കളിക്കാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ആൻഡ് അബൌട്ട് ഇന്ദ്രജിത്ത്, സ്കൂൾ ഡേയ്സിൽ ഹി വാസ് എ പ്രോ. ഐ മീൻ ഹി വാസ് ദി ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഫോർ സൈനിക് സ്കൂൾ ടീം. ആൻഡ് ഇപ്പോൾ ഒബ്വിയസ്ലി കുറേ വർഷങ്ങൾക്ക് ശേഷം കളിക്കുന്നതിൻ്റെ ഒരു കുറവുകളും കുഴപ്പങ്ങളും ഉണ്ടാവും. പക്ഷേ അതർവൈസ് ഇന്ദ്രജിത്ത് ഇസ് എ റിയലി ഗുഡ് ബാറ്റ്സ്മാൻ ആൻഡ് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഹിം സ്കോറിംഗ് ബിഗ് ടുഡേ. Thank you so much. And that was Prithviraj with us. And now over to the commentators. അങ്ങനെ 9.2 ഓവർ കഴിഞ്ഞപ്പോൾ ബോംബെ ഹീറോസ് 3 വിക്കറ്റിന് 60 റൺസ് എടുത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ബോളേഴ്സ് അവരുടെ ആധിപത്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരവസരത്തിൽ ഇന്നിങ്സിൽ 7 കൂടുതൽ റൺസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് അത് 6.32 വന്നിരിക്കുകയാണ്. അതുകൊണ്ട് 3 വിക്കറ്റ് എടുത്ത് അങ്ങനെ ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ. ഈ 2 ബോളേഴ്സും തീർച്ചയായിട്ടും ബോംബെ ഹീറോസിൻ്റെ ബാറ്റിങ്ങിൻ്റെ മുകളിൽ നല്ലൊരു ആധിപത്യം കൊടുത്തിരിക്കുകയാണ്. അവിടെ ഒരു നല്ല ഫൈൻ ലെഗിൽ ഒരു നല്ല ഉഗ്രൻ ഫീൽഡിംഗ് നടന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു 4 എന്ന് കരുതിയിരുന്ന ഒരു ഷോട്ട് വെറും 2 റൺസിൽ ഒതുക്കിയിരിക്കുകയാണ്. അങ്ങനെ 9.4 ഓവേഴ്സിൽ മുംബൈ ഹീറോസ് 62 റണ്ണ് 3 വിക്കറ്റിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ വരുൺ ബഡോള അദ്ദേഹം വളരെ നന്നായി ബാറ്റ് ചെയ്യുന്നു. അദ്ദേഹം ഒരു നല്ലൊരു ഇന്നിങ്സ് കൊടുത്തതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഈ പറഞ്ഞതുപോലെ മുന്നേയുള്ളൊരു മാച്ചിലും ഷാർജയിലുള്ളൊരു മാച്ചിലും അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗാണ് മുംബൈ ഹീറോസിനെ ഒരവസരത്തിൽ രക്ഷിച്ചത്. അതുകൊണ്ട് അദ്ദേഹം ഒരു അപകടകാരിയായി മാറുകയാണ്. എങ്കിൽ തന്നെ മുംബൈ ഹീറോസ് 9.5 ഓവർ പിന്നിട്ടപ്പോൾ 62 റൺസിന് 3 വിക്കറ്റ് എന്നുള്ള നിലയിലാണ്. ഉണ്ണി മുകുന്ദൻ തൻ്റെ അവസാന ഓവർ ബോൾ ചെയ്യുന്നു. ഇതുവരെ അദ്ദേഹം 2 വിക്കറ്റ് നേടിയിട്ടുണ്ട്. 21 റൺസ് മാത്രമാണ് അദ്ദേഹം വഴങ്ങിക്കൊടുത്തത്. വരുൺ ബഡോള വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നു. 26 റൺസോടുകൂടി 28 പന്തുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഉണ്ണി മുകുന്ദൻ്റെ 4ാം ഓവർ പൂർത്തിയായിരിക്കുന്നു. 4 ഓവറിൽ 21 റൺസ് കൊടുത്ത് 2 വിക്കറ്റ് അദ്ദേഹം നേടി. മുംബൈ ഹീറോസ് 10 ഓവർ പിന്നിട്ടപ്പോൾ 62 റൺസിന് 3 വിക്കറ്റ് എന്നുള്ള നിലയിലാണ്. വരുൺ ബഡോല 26 റൺസും റിതേഷ് 3 റണ്ണോടുകൂടിയും ബാറ്റ് ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിൽ ആദ്യത്തെ 6 ഓവറിൽ പവർ പ്ലേയിൽ മുംബൈ ഹീറോസ് 43 റൺസ് നേടിയിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിന് വേണ്ടി
കേരളത്തിൽ നിന്നും ഇന്ത്യക്ക് വേണ്ടി കളിച്ച ശ്രീശാന്തിൻ്റെ ആ ഒരു സാന്നിധ്യം തന്നെ അക്ഷരാർത്ഥത്തിൽ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഈ ഒരു 50,000-ത്തിലധികം കാണികളുടെ മുന്നിൽ അമ്മ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ പ്രകടനം കാണാനായിട്ട് അദ്ദേഹം വന്നത് ഏറ്റവും ഒരു അസുലഭ നിമിഷമായി കാണാം. പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ താരം, കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ പ്ലെയർ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അമ്മ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ പ്രകടനം കാണാൻ എത്തിയിരിക്കുന്ന ആ ഒരു കാഴ്ച. ഇപ്പോൾ മുംബൈ ഹീറോസ് 62 റൺസിന് 3 വിക്കറ്റ് എന്നുള്ള നിലയിലാണ്. 10 ഓവർ പിന്നിട്ടപ്പോൾ സൈജു കുറുപ്പ് ആദ്യ ഓവറിൽ അദ്ദേഹം 4 റൺസ് മാത്രമാണ് വഴങ്ങിയത്. അദ്ദേഹം രണ്ടാം ഓവർ ബോൾ ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്നു. ബാറ്റ് ചെയ്യുന്നത് റിതേഷ് 3 റൺസോടുകൂടി. നല്ലൊരു പന്ത്, ഗുഡ് ലെങ്ത് ബോള്. റൺസ് ഒന്നും നേടാൻ റിതേഷിന് സാധിച്ചില്ല. ഈ ഒരു ബോളിംഗ് പ്രകടനം, ഈ ഒരു ലൈനും ലെങ്ത്തും അമ്മ കേരള സ്ട്രൈക്കർ ബോളർമാർ പുറത്തെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കുറഞ്ഞ സ്കോറിന് തന്നെ മുംബൈ ഹീറോസിൻ്റെ ഇന്നിങ്സ് പൂർത്തീകരിക്കാൻ സാധിക്കും. മുംബൈ ഹീറോസ് 1 റണ്ണ് കൂടി റിതേഷ് നേടിയിരിക്കുന്നു. വളരെ ലോയായ പന്ത്. ഇവിടെ ബോളർമാർക്ക് അനുകൂലമാകുന്ന രീതിയിലാണ് പിച്ചിൻ്റെ പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് ബാറ്റ്സ്മാൻമാർക്ക് ഒരു പേടി സ്വപ്നമാകുന്ന രീതിയിൽ. വരുൺ ബഡോല 26 റൺസോടുകൂടി ബാറ്റ് ചെയ്യുന്നു. സൈജു കുറുപ്പ് തൻ്റെ രണ്ടാമത്തെ ഓവർ. വീണ്ടും നല്ലൊരു പന്ത്. വീണ്ടും ഇവിടെ എടുത്തു പറയേണ്ടത് മുംബൈ ഹീറോസിൻ്റെ റണ്ണിംഗ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ് ആണ്. അവർ സിംഗിൾ എടുത്ത് ടോട്ടൽ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ 6 ഓവർ പവർ പ്ലേയിൽ 43 റൺസ് നേടിയിരുന്ന മുംബൈ ഹീറോസ് റൺ റേറ്റ് ക്രമാതീതമായി കുറഞ്ഞിരിക്കുകയാണ്. 6 റൺസ് എന്ന ആ ഒരു ആവറേജിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കവറിന് മോളോട് ഒരു ബൗണ്ടറി, വളരെ നേരത്തിന് ശേഷം ഒരു ബൗണ്ടറി മുംബൈ ഹീറോസിൻ്റെ. റിതേഷാണ് കവറിന് മുകളിലൂടെ ഒരു ബൗണ്ടറി നേടിയിരിക്കുന്നു. മുംബൈ ഹീറോസിന്റെ സ്കോർ ഇപ്പോൾ 68 റൺസിന് 3 വിക്കറ്റ്. സൈജു കുറുപ്പിന്റെ രണ്ടാമത്തെ ഓവറിലെ അവസാന പന്താണ്. വീണ്ടും ഒരു നല്ല പന്ത്. വീണ്ടും പന്ത് ലോയായി. ഇപ്പോൾ 11 ഓവർ പിന്നിട്ടപ്പോൾ മുംബൈ ഹീറോസ് 68 റൺസിന് 3 വിക്കറ്റ് എന്നുള്ള നിലയിൽ.